ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കളുടെ പങ്കിനെക്കുറിച്ചാണ്. ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് കുട്ടികൾ എന്ന് പറയാറുണ്ട്. ആ കുട്ടികൾ ഒരു കുടുംബത്തിൻ്റേത് മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ സമ്പത്താണ്. എങ്കിൽ പോലും സമകാലിക ലോകത്തിൽ നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾക്ക് വിധേയരാവുന്നത്, ചൂഷണം ചെയ്യപ്പെടുന്നത്, കുറ്റവാളികളായി മുദ്രകുത്തപ്പെടുന്നത്, നിഷ്കരുണം കൊല ചെയ്യപ്പെടുന്നത് എല്ലാം കുട്ടികൾ തന്നെയാണ്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് ഉള്ളതിനേക്കാൾ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് നൽകുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ മക്കൾ സുരക്ഷിതരാണോ? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുള്ളത് മാതാപിതാക്കൾക്കാണ്. പലപ്പോഴും കുട്ടികളുടെ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം ആരംഭിക്കുന്നത് എപ്പോൾ മുതലാണെന്ന്. ജനനം മുതൽ 6 വയസ്സ് വരെയെന്നും കൗമാരപ്രായത്തിൽ എന്നൊക്കെ പലപ്പോഴും മറുപടിയും കിട്ടാറുണ്ട്. കൃത്യമായി പറഞ്ഞാൽ അതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ മാതാപിതാക്കൾക്കില്ല എന്നതാണ് സത്യം. പലപ്പോഴും കുട്ടികൾ പ്രശ്നക്കാരായി മാതാപിതാക്കൾക്ക് തോന്നുന്നത് അവരുടെ കൗമാരപ്രായത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോഴാണ് അവരുടെ സ്വഭാവ രൂപീകരണം ആരംഭിക്കുന്നത് എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ ആ ധാരണ തീർത്തും തെറ്റാണ്. ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം ആരംഭിക്കുന്നത് ആ കുഞ്ഞ് ആ സ്ത്രീയുടെ ഉദരത്തിൽ വളരാൻ തുടങ്ങുന്ന സമയം മുതലാണ്. അപ്പോൾ മുതൽ ആ മാതാപിതാക്കളും അവർക്ക് ചുറ്റുമുള്ള ആളുകളും ആ കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്ന ഓരോ സ്ത്രീയും പുരുഷനും അവരുടെ ജീവിതം കൃത്യമായി ആസൂത്രണം ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഒരു കുഞ്ഞ് എപ്പോൾ അവർക്കിടയിലേക്ക് കടന്നു വരണം എന്നതിനെപ്പറ്റി ഭാര്യയും ഭർത്താവും കൃത്യമായ ധാരണയിൽ എത്തിയിരിക്കണം. അതിന് ആവശ്യമായ സുരക്ഷിത മാർഗങ്ങൾ ഒത്തിരിയുണ്ട് ഇന്നത്തെ കാലത്ത്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ മാർഗം ഏതാണെന്ന് മനസ്സിലാക്കി അത് സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം അപ്രതീക്ഷിതമായി ഒരു അമ്മയാവാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു അച്ഛനാവാൻ പോകുന്നു എന്നത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നു, ഇപ്പോൾ ഇത് വേണമായിരുന്നോ, ഇത് ഇപ്പോൾ വേണ്ടായിരുന്നു തുടങ്ങിയ നെഗറ്റീവ് ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരും. നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഓരോ പരിവർത്തനങ്ങളും ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന ആ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുണ്ടാവാതിരിക്കാനാണ് കൃത്യമായ ധാരണയോടെ മുന്നോട്ട് പോവണം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ മെൻ്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം എന്ന് പറയാറുണ്ട്. ഫിനാൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മളത് കാര്യമാക്കാറില്ല. എന്നാൽ മാനസികവും ശാരീരികവുമായി നമ്മൾ ഫിറ്റായിരിക്കുമ്പോൾ മാത്രമേ ഒരു കുഞ്ഞിനെ പറ്റി നമ്മൾ ചിന്തിക്കാവൂ. ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നിട്ട് ആ കുഞ്ഞ് നമ്മൾക്കിടയിലേക്ക് കടന്നു വരുമ്പോൾ കിട്ടുന്ന പരിഗണന അപ്രതീക്ഷിതമായി കടന്നു വരുന്ന കുഞ്ഞിന് ഒരിക്കലും നമ്മളിൽ നിന്ന് കിട്ടില്ല. ചിലപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ തുല്യ പരിഗണന കിട്ടുമായിരിക്കാം. എന്നാൽ കാത്തിരുന്ന് ഗർഭിണിയാവുന്ന ഒരു സ്ത്രീക്ക് കിട്ടുന്ന പരിഗണനയും കെയറും ഒരിക്കലും ആഗ്രഹിക്കാത്ത സമയത്ത് ഗർഭിണിയാവുന്ന ഒരു സ്ത്രീക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് എപ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയാവണം എന്നതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ ആ സ്ത്രീ ഗർഭിണിയാണെന്നറിഞ്ഞ നിമിഷം മുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിൽ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞിന് 4ാമത്തെ മാസം ആവുമ്പോൾ മുതൽ അതിപ്രധാനമാണ്. 4ാമത്തെ മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന് 5 ഇന്ദ്രിയങ്ങളുണ്ട്. കാണാൻ കണ്ണും, മണമറിയാൻ മൂക്കും, രുചി അറിയാൻ നാവും, കേൾക്കാൻ ചെവിയും, സ്പർശനമറിയാൻ തൊലിയുമുണ്ട്. അതിൽ 4 ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് ജനിച്ചതിന് ശേഷമാണ്. എന്നാൽ ചെവി കുഞ്ഞ് ഗർഭപാത്രത്തിൽ 4ാമത്തെ മാസം പ്രായമാകുമ്പോൾ മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് 4ാം മാസം മുതൽ അമ്മയ്ക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞിന്
കേൾക്കാൻ കഴിയുന്നു എന്നർത്ഥം. പലപ്പോഴും പ്രായമായ ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ പറയാറുണ്ട്, ഗർഭിണിയുടെ അടുത്ത് നിന്ന് വലിയ ഉച്ചത്തിൽ സംസാരിക്കരുത്, ഗർഭിണികൾ എപ്പോഴും സന്തോഷവതികളായിരിക്കണം, നല്ല പാട്ട് കേൾക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം, എപ്പോഴും കുളിച്ച് വൃത്തിയായിരിക്കണം എന്നെല്ലാം. ഇതൊക്കെ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളുടെ മാനസികാവസ്ഥ ഗർഭസ്ഥ ശിശുവിനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുപോലെ തന്നെ മഹാഭാരതത്തിലെ അഭിമന്യുവിൻ്റെ കഥയും ഇത്തരത്തിൽ നിങ്ങൾ കേട്ടിരിക്കാം. അമ്മയുടെ ഗർഭപാത്രത്തിലിരുന്നാണ് പത്മവ്യൂഹം ഭേദിച്ച് എങ്ങനെ ഉള്ളിൽ കടക്കാമെന്ന കഥ അഭിമന്യു കേൾക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാമെന്ന് അന്ന് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ പത്മവ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കടക്കുകയും അതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാമെന്നറിയാതെ മരണമടയുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് അഭിമന്യു. അതായത് നമുക്ക് രണ്ട് മനസ്സുണ്ട്, ഒരു ബോധ മനസ്സും ഒരു ഉപബോധ മനസ്സും. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മോടൊപ്പം തന്നെ ഉറങ്ങുന്നതാണ് നമ്മുടെ ബോധ മനസ്സ്. എന്നാൽ നമ്മുടെ ഉപബോധ മനസ്സ് ഒരിക്കലും ഉറങ്ങുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത് ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന മനസ്സിനെ സ്പർശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉപബോധ മനസ്സിൽ ഫീഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ എഫക്റ്റ് നാം പോലും അറിയാതെ പലപ്പോഴും പുറത്തേക്ക് കടന്നു വരുന്നു. കൂടുതലായി ഇതിൻ്റെ ഒരു സ്വാധീനം നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കൗമാരപ്രായത്തിലെത്തുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞ് ഒരു നല്ല മനുഷ്യനായി വളരണം എന്നാഗ്രഹിക്കുന്ന ഓരോ മാതാപിതാക്കളും ഗർഭിണിയായിരിക്കുന്ന സമയം മുതൽ അതിന് ശ്രദ്ധിക്കണം. ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ മാത്രം വിചാരിച്ചത് കൊണ്ട് കാര്യമില്ല. അച്ഛനാവാൻ പോകുന്ന ആളും അവർക്ക് ചുറ്റുമുള്ള മറ്റെല്ലാവർക്കും ഇതിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട്. അതുപോലെ ജനന ശേഷം ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് കുടുംബമാണ്. നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളാണ് അവർ കണ്ടു വളരുന്നത്. അവൻ്റെ അല്ലെങ്കിൽ അവളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് അവരുടെ അച്ഛനും അമ്മയുമാണ്. നിങ്ങൾ ചെയ്യാത്തതൊന്നും അവർ ചെയ്യില്ല, നിങ്ങൾ പറയാത്തതൊന്നും അവർ പറയില്ല. അവർ നാളത്തെ സമൂഹത്തിൽ എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അതിനുള്ള ട്രെയിനിങ് ആണ് ഗർഭസ്ഥാവസ്ഥ മുതൽ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും നിങ്ങൾ അവർക്ക് നൽകുന്നത്. അവർ വഴി തെറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അവർ വഴി തെറ്റാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ എപ്പോഴും മാതാപിതാക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും കുട്ടികൾക്ക് കിട്ടിയേ തീരൂ. അതുപോലെ കുട്ടികളിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വാശി. അതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.